ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നിങ്ങൾ കാണുന്നത് ഒരു ഈവനിങ് ആൻഡ് ഏർലി മോർണിംഗ് കിച്ചൺ ജോൾസിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഈവനിങ് ആണ്. ഇപ്പം ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിനൊക്കെ പോകേണ്ടത് 4:30ക്കാണ്. ഏർലി മോർണിംഗ് 4:30ക്ക് പുള്ളിക്ക് പോകണം. കൊച്ചിന് 5:30 ആകുമ്പം സ്കൂൾ ബസ് വരും. അപ്പം ഞാനൊരു 3:45 ആകുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. അപ്പം നമ്മൾ ഈ 3:45 എഴുന്നേൽക്കുന്ന സമയത്ത് എന്താ പറയുന്നത്, അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും വേണം, ലഞ്ചും വേണം. ഈ രണ്ട് സാധനങ്ങളും ഈ 3:45 എഴുന്നേറ്റ് 4:30 ആകുമ്പോൾ റെഡിയാകാനായിട്ട് ഇത്തിരി പ്രയാസമാണ്. അപ്പം നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ തലേ ദിവസമേ ചെയ്തു വെക്കും. അപ്പം എന്നാ പറയുന്നത്, ഇപ്പം വെളി ഭയങ്കര ചൂടാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ച് വേണം ഫുഡ് കൊടുത്തു വിടാനായിട്ട്. അപ്പം തേങ്ങ അരച്ചതും അങ്ങനെയൊക്കെയുള്ള കറികളൊക്കെ കൊടുത്തു വിടുമ്പം ഇച്ചിരി സൂക്ഷിക്കണം, അതൊക്കെ കേടാകും. അതുപോലെ തന്നെ ചൂടായിട്ടൊക്കെ നല്ല ചൂടിൽ ഓരോന്നൊക്കെ കൊടുത്തു വിടുമ്പോഴൊക്കെ ഇച്ചിരി ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ചപ്പാത്തിക്ക് കുഴച്ചങ്ങോട്ട് വച്ചതാണ്. വളരെ ചെറിയൊരു ഉണ്ടേ നിങ്ങൾ കണ്ടുള്ളായിരിക്കും ആ ചപ്പാത്തിക്ക് കുഴച്ചേക്കുന്നത്. കാരണം ഒരു 5 ചപ്പാത്തി മതി. അതൊരു ഏകദേശം 1 കപ്പ് മാവെടുത്തിട്ടുണ്ട്. ആ ആട്ടയ്ക്കകത്ത് നമുക്ക് 5 തൊട്ട് 6 വരെ ചപ്പാത്തി നമുക്ക് കിട്ടും. നമുക്കത് മതി. അപ്പം അതാണ് അത്രയും മാവെടുത്തത്. അപ്പോൾ അതൊരു സൈഡിലേക്ക് അങ്ങനെ കുഴച്ച് മാറ്റി വെച്ച്. അപ്പോഴാണ് ഹസ്ബൻഡ് വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഒരു വൈകുന്നേര സമയമാണ്. ഓൾമോസ്റ്റ് ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പം പുള്ളി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. അപ്പോൾ പുള്ളിക്ക് ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ചപ്പാത്തി മാവ് അങ്ങോട്ട് മാറ്റി വെച്ചു. ചായ ഇടുന്ന സമയത്ത് തന്നെ ഇപ്പം വൈകുന്നേരം വിശന്നാണല്ലോ വരുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ പോയാലാണെങ്കിലും, നമ്മളൊരു സ്കൂളിൽ നിന്ന് വരുവാണേലും ഒരു ഓഫീസിൽ നിന്ന് വരുവാണേലും നമ്മൾ വെളിയിൽ പോയിട്ട് നമ്മൾ വീട്ടിലേക്ക് വരുമ്പം വിശന്നായിരിക്കും വരുന്നത്. അപ്പോൾ ചായ ഇട്ടു. അപ്പോൾ നമ്മൾ ഈ വിശന്ന് വരുമ്പോൾ നമുക്ക് എപ്പോഴും ഈ അൺഹെൽത്തി ആയിട്ടുള്ളതൊക്കെ കഴിക്കാനായിട്ടുള്ളൊരു ത്വര കൂടുതലാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞങ്ങൾ ഈ അൺഹെൽത്തി ആയിട്ടുള്ളതൊക്കെ കഴിക്കുന്നില്ലെന്നല്ല, കഴിക്കുന്നുണ്ട്. എന്നാലും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഈ ചായക്കകത്ത് നേരത്തെ ഞാനിങ്ങനെ ഈ തിളപ്പിക്കുന്ന കൂട്ടത്തിൽ പഞ്ചസാര ഇട്ട് തിളപ്പിക്കുമായിരുന്നു. അപ്പം ഈ ചായയുടെ ആ പൊടിയിലൊക്കെ പഞ്ചസാര പിടിക്കുമ്പം കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പം ഞാൻ എണ്ണ എടുക്കുമെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഷുഗർ ആ ഗ്ലാസ്സിലോട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഒരു ടീസ്പൂൺ എന്ന് വെച്ചാൽ അതൊരു ചെറിയ സ്പൂണാണ് കേട്ടോ. ടീസ്പൂണിൻ്റെ തന്നെ വലിപ്പമില്ല. അപ്പോൾ അത്രയേ ആവശ്യം വരത്തുള്ളൂ. മറ്റേ നമ്മൾ ചായ തിളപ്പിക്കുന്നതിൻ്റെ കൂടെ ഇടുവാണെങ്കിൽ ഒരു 3-4 സ്പൂണൊക്കെ ഇടേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു ഷുഗർ ഇച്ചിരി കട്ട് ചെയ്തു. ഞാൻ ഷുഗർ ഇല്ലാതെയാണ് എടുത്തത് കേട്ടോ. പിന്നെ ഒരു മുട്ട ഞാൻ നേരത്തെ പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ചായയൊക്കെ കുടിച്ച് കഴിയുമ്പം ആ മുട്ട പുഴുങ്ങിയത് കഴിക്കാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ പംകിൻ സീഡാണ്. ഇത് മേടിച്ചത് റോ ആയിരുന്നു. അപ്പോൾ ആ റോ ആയിട്ട് കഴിക്കാനായിട്ട് ഇച്ചിരി ഒരു ടേസ്റ്റ് കുറവുള്ളതുകൊണ്ട് ജസ്റ്റ് അത് ഒന്ന് റോസ്റ്റ് ചെയ്തു. ഒന്നും ചേർത്തിട്ടില്ല, ഉപ്പും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് സിംപ്ലി അതൊന്ന് റോസ്റ്റ് ചെയ്തു. അങ്ങനെ അതും കൂടെ ഒരു ഇച്ചിരി എടുത്തു. അപ്പം ഒന്ന് നല്ല വയറൊന്ന് ഫില്ലാകും. ആ സീഡും എഗ്ഗും, ബോയിൽഡ് എഗ്ഗ്, പിന്നെ ചായ. അപ്പം അത് നല്ല ഒരു ഫില്ലിംഗ് ആയിട്ട് കുറച്ച് നേരത്തേക്കൊന്ന് വിശപ്പ് ശമിച്ച് കിടക്കും. പിന്നെ ഞാൻ ചപ്പാത്തി പരത്തി. അപ്പോൾ ഈ ചപ്പാത്തി പരത്തുന്നത് ആക്ച്വലി വൈകിട്ടത്തേക്കല്ല. വൈകിട്ട് നമ്മൾ ചോറ് തന്നെയാണ് കഴിക്കുന്നത്. ഇത് നാളത്തേക്കുള്ള ചപ്പാത്തിയാണ്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഏർലി മോർണിംഗിൽ എഴുന്നേറ്റ് ഒന്നാമതേ നമ്മൾ എഴുന്നേൽക്കുമ്പം കണ്ണ് നമ്മുടെയൊക്കെ തുറക്കാൻ 3:45 ആകുമ്പം ഒരിച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എഴുന്നേറ്റ് പെട്ടെന്ന് പൊടിയൊക്കെ തപ്പിപ്പിടിച്ച് കുഴച്ച് പരത്തി ഒക്കെ വരുമ്പം ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ ചപ്പാത്തി എന്നാ പറയുന്നത്, പരത്തി അത് വെക്കാമെന്ന് വെച്ചു. അങ്ങനെ ചപ്പാത്തി പരത്തി വെച്ചു. അതിനുശേഷം ഇച്ചിരി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ആ പാത്രമൊക്കെ പാത്രം കഴുകി അങ്ങോട്ട് മാറ്റി. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ ആകെപ്പാടെ പ്രശ്നമാകത്തില്ലേ. ഞാനത് ആ വെള്ളം പോകാനായിട്ട് അവിടെ തന്നെ ഒന്ന് കഴുകി കമത്തി. എന്നിട്ട് ഞാൻ എൻ്റെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്ത് ഈ അലുമിനിയം ഫോയിലിൻ്റെ അകത്ത് വെച്ച് അത് ആറാനായിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ചൂടൊക്കെ പോയി. എന്നിട്ട് ഈ ഫോയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഞാനിത് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യും.
അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് പാത്രങ്ങളിൽ വെക്കാത്തതെന്ന് വെച്ചാൽ, ഈ പാത്രത്തിൽ വെക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നീ ആവി തട്ടിയിട്ട് ആ ഒരു വേപ്പർ വന്നിട്ട് ഈ ചപ്പാത്തി ഇങ്ങനെ പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോൾ കുതിർന്നിരിക്കും. ഇതിങ്ങനെ പൊതിഞ്ഞ് വെക്കുമ്പോൾ അങ്ങനെ ആ വെള്ളം പോലെ ഈ ചപ്പാത്തി കാണത്തില്ല. പിറ്റേ ദിവസം ഇത് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് പിറ്റേ ദിവസം ഒന്ന് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മീൻസ് രണ്ട് സൈഡും ചൂടാക്കി ഒന്ന് എടുത്താൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ അതിരിക്കും കേട്ടോ. ഞാൻ അതിൻ്റെ അകത്ത് ഇച്ചിരി കുഴച്ചപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുണ്ട്. നെയ്യാണേലും യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ അതാണ് ചപ്പാത്തിയുടെ പരിപാടി. പിന്നെ ഞാൻ ഇച്ചിരി ചോറ് വെച്ചു. ഈ ചോറ് എന്താ പറയുന്നത്, നമ്മൾ ഇന്ന് വൈകിട്ടത്തേക്കും വേണം, അതുപോലെ തന്നെ നാളെ ഉച്ചക്കത്തേക്ക് അവർക്ക് കൊണ്ടുപോകാൻ ടിഫിൻ കൊണ്ടുപോകാനൂടെ വേണം. അപ്പോൾ പിന്നെ ആ പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് മിച്ചം, തലേദിവസത്തെ മിച്ചം ചോറും ഇരിപ്പുണ്ടേ. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുന്ന ചോറും അങ്ങനെ കറികളും ഒക്കെ അവിടെ തന്നെ ഇരിക്കും. പിന്നെ ലാസ്റ്റ് നമ്മൾ പുതിയത് എടുക്കത്തുള്ളൂ. അകത്തിരിക്കുന്നത് നമുക്ക് എടുത്ത് ചൂടാക്കാനുള്ള മടി കൊണ്ട് അതവിടെ തന്നെ ഇരിക്കും. പക്ഷേ നമ്മൾ ആദ്യം അത് തന്നെ എടുത്ത് ചൂടാക്കി യൂസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ പുതിയ ഇന്നുണ്ടാക്കിയ ഭക്ഷണം യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇതിങ്ങനെ പഴയത് അവിടെ ഇരുന്ന് ഒരുപാട് ഫുഡ് വേസ്റ്റ് ആകും. പിന്നെ ഇപ്പം ഞാൻ ആ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വൈകിട്ടത്തേക്ക് ഒരു ഇച്ചിരി പച്ചമോര്, ഇച്ചിരി നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടി ഇടിച്ച് ഒരു പച്ചമോര് ഉണ്ടാക്കുകയാണ്, തൈരും ഒക്കെ ഇട്ട്. പിന്നെ എന്താ പറയുന്നത്, നമുക്ക് ഓൾറെഡി ഇച്ചിരി ഞാൻ ഇന്നും ഉണ്ടാക്കിയ ചെറുപയർ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മീനും അരച്ച് പുരട്ടി വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ കിങ് ഫിഷ് ഉണ്ടായിരുന്നു, അതും വെച്ചിട്ടുണ്ട്. അപ്പം കറികളുടെ കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പം മിക്കപ്പോഴും എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് കുക്ക് ചെയ്യുന്നത് നാളെ ഉച്ച വരത്തേക്ക് കാണും. അപ്പം നാളെ ഉച്ചയ്ക്ക്, അതായത് നാളത്തെ ലഞ്ചിൻ്റെ കാര്യം വരെ നമുക്ക് ടെൻഷനില്ല. അപ്പോൾ അങ്ങനെ തൈരൊക്കെ കലക്കി വെച്ച്, പിന്നെ എന്നാ പറയുന്നത്, ഇനിയിപ്പം വൈകിട്ടത്തേക്കുള്ള ചോറ് വിളമ്പുകയാണ്. അപ്പം ചോറ് കണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഈ ചോറ് ഞാൻ പഴയ ചോറും ഇന്നത്തെ ഇച്ചിരി ചോറും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ ആ പഴയ ചോറും തീർന്നു, ഇന്നത്തെ ഇച്ചിരി ചോറും കൂടെ. പിന്നെ ഇന്ന് തന്നെ ഉണ്ടാക്കിയതാണ്, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കിയതാണ് ആ ചെറുപയർ മെഴുക്ക് പുരട്ടി. ഇത് ഞാൻ നാളെ ലഞ്ചിനും ആ ചെറുപയർ കൊടുത്തു വിടും. അപ്പം ഇത് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഉണ്ടാക്കിയ ഉടനെ അത് ആറിയ ഉടനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നമുക്ക് അത് പിറ്റേ ദിവസം ലഞ്ചിനും അവർക്ക് കൊടുത്തു വിടാൻ പറ്റും. പിന്നെ ഈ ചെറുപയറിലൊന്നും ഈ തേങ്ങ ഇട്ടിട്ടില്ല. തേങ്ങ ഇടുന്ന കറികളാണ് വേഗം കേടാകുന്നത്. ഈ വെളിയിൽ അത്രയും ചൂടല്ലേ, 40-45 ഡിഗ്രി ചൂടാണ്. അപ്പോൾ തേങ്ങ ഇടുന്ന കറിയൊക്കെ പെട്ടെന്ന് ചൂടാകും. അഥവാ ഇനിയും വല്ല ചമ്മന്തിയോ മറ്റോ അരയ്ക്കുകയാണെങ്കിൽ അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടങ്ങ് കൊടുക്കും. അല്ലാതെ ലഞ്ചിന് കഴിവതും തേങ്ങയിട്ട സാധനങ്ങളൊന്നും കൊടുത്തു വിടാറില്ല. അങ്ങനെ ചോറൊക്കെ വിളമ്പി ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അറിയാമല്ലോ, ഭക്ഷണം നമ്മൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ നമുക്ക് മധുരം അടുത്ത് തന്നെ കഴിക്കാൻ എന്നുള്ളതായിരിക്കും നമ്മുടെ അടുത്ത ചിന്ത. അതൊരു ശീലമായിട്ട് മാറി. അതൊരു അൺഹെൽത്തി ഹാബിറ്റാണ്, പക്ഷേ അതൊരു ശീലമാണ്. അങ്ങനെ വേണ്ട കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അതൊരു മിൽക്ക് ചോക്ലേറ്റാണ്, നല്ല സൂപ്പറായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു മിൽക്ക് ചോക്ലേറ്റാണ്. നമ്മുടെ മിൽക്കി ബാറില്ലേ, അതിൻ്റെയൊക്കെ ടേസ്റ്റ് തന്നെ, പേരിനൊരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം അതും എടുത്തു. അങ്ങനെ അതെല്ലാം കഴിച്ചു. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ സമയം 3:45 എൻ്റെ മോർണിംഗ് റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. ഇതിപ്പോൾ വെളുപ്പിനെയാണ് ഞാൻ അടുക്കളയിലേക്ക് പ്രവേശിച്ചു. ഒരു ക്ലീൻ ആയിട്ടുള്ള അടുക്കള. അപ്പം ഞാൻ ആക്ച്വലി ആ പാത്രമൊക്കെ മേളി വെച്ചേക്കുന്നത് പെട്ടെന്ന് എനിക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന്. അപ്പോൾ വന്ന ഉടനെ നമ്മൾ ചെയ്യുന്നത് ഗാർബേജ് ബാഗ് നമ്മുടെ വേസ്റ്റ് ബിന്നിൽ ഇടുക എന്നുള്ളതാണ്. കാരണം നമ്മൾ വേസ്റ്റ് കളഞ്ഞിട്ട് അന്ന് അങ്ങനെ ഫ്രീ ആയിട്ട് ആ വേസ്റ്റ് ബിൻ വെക്കുമ്പം അതിൻ്റെ അകത്ത് ഒരു എയറേഷനൊക്കെ നടക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ രാവിലെ വന്നപ്പോഴത്തേക്കും ആ ഗാർബേജിൻ ബാഗ് അതിൻ്റെ അകത്തിട്ടു. എന്നിട്ട് മീനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നെയ്മീൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് തലേദിവസം വറുത്ത് വയ്ക്കുന്ന അത്ര ഭംഗിയുള്ള കാര്യമല്ല, അതുകൊണ്ട് രാവിലെ നമ്മളത് വറക്കാനിട്ടു. പിന്നെ ഇതായിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയ നല്ല വടി പോലെ നല്ല ഫ്രഷ് ആയിട്ടിരുന്നു. അത് നല്ല ഒന്ന് ചൂടാക്കിയെടുത്തു. പിന്നെ ഇത് ഞാൻ ഇതുപോലെ തന്നെ തലേദിവസം ഉണ്ടാക്കി വെച്ച സോയക്കറിയാണ്. ആ സോയക്കറി ഒന്ന് ചൂടാക്കിയെടുക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനം ഞാൻ ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കും. അത് കുഴപ്പമില്ല, രാവിലെ ചെന്ന ഉടനെ അവരൊരു 7 o'clockനുള്ളിൽ തന്നെ കഴിക്കും അത്. അപ്പോൾ പിന്നെ അത്ര പ്രശ്നമില്ല. അങ്ങനെ ചൂടായിട്ട് തന്നെ കൊടുക്കണം. ഒരു നേരേലും എന്തേലും ചൂടായിട്ട് കഴിക്കട്ടെ. അപ്പം ലഞ്ചിനുള്ള സാധനങ്ങളൊക്കെ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് തന്നെ വരുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ഇത് ഞാൻ ഇന്നലെ ചോറ് നമ്മൾ വൈകിട്ട് ഉണ്ടാക്കിയല്ലോ, ആ ചോറ് ഞാൻ ഇതുപോലെ ടിഫിൻ്റെ അകത്താക്കിയിട്ട് ആ ചെറുപയറും കൂടി എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാനിനി ഒന്നും ചെയ്യത്തില്ല, ചൂടാക്കാനും ഒന്നും പോകത്തില്ല. ആ ചോറ് ആ ചെറുപയറും അതിൻ്റെ കൂടെ നമ്മൾ ഇന്നലെ തന്നെ ഉണ്ടാക്കിയില്ലേ കുറച്ച് തൈര്, ആ തൈരും അതുപോലെ തന്നെ ഞാൻ ഈ ഡബ്ബയ്ക്കകത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തൈരും പിന്നെ ഈ മീൻ വറക്കുന്നത് മാത്രം. അപ്പം ഈ ഇങ്ങനെ മീൻ എന്തെങ്കിലും വറക്കുകയാണെങ്കിൽ ഫിഷൊക്കെ വറക്കുന്നത് മാത്രമേ ഉള്ളൂ രാവിലെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ഓൺ ചെയ്യത്തുള്ളൂ.
പിന്നെ അച്ചാറൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇനി എന്തെങ്കിലും ഒരു അച്ചാറൊക്കെ ഇടണം, മാങ്ങയോ വല്ലതും ഇടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ മീനും കൂടെ അതിൻ്റെ അകത്ത് വെച്ച് അങ്ങനെ ലഞ്ചും സെറ്റായി, വെള്ളവും എടുത്ത് വെച്ചു. അപ്പം ഇതാണ് എൻ്റെ ഒരു തലേദിവസത്തെ പ്രിപ്പറേഷൻ. നമുക്ക് എന്നാ പറയുന്നത്, ചില കറികളൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉള്ളതോ അല്ലെങ്കിൽ ലഞ്ചിനുള്ളതോ ഒക്കെ അന്ന് നമുക്ക് ആ ദിവസം രാവിലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പം നമ്മളത് ആലോചിച്ച് അതിനനുസരിച്ചുള്ള കറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുക. അപ്പം ഇത് അവർ കൊണ്ടുപോയി ഇങ്ങനെ തന്നെ കഴിക്കത്തേ ഉള്ളൂ. അവർക്കങ്ങനെ ചൂടാക്കാനുള്ള സൗകര്യമൊന്നുമില്ല. അവർ കഴിക്കാറാകുമ്പം ഏകദേശം ഇതിൻ്റെ തണുപ്പൊക്കെ വിടും. അങ്ങനെ പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ അവസ്ഥയില്ല. പിന്നെ ചിലപ്പം ഈ ഒഴിച്ചുകറി ഇങ്ങനെ സെപ്പറേറ്റും ചിലപ്പോൾ കൊടുത്തു വിടാറില്ല. ആ പാത്രത്തിൽ, ആ ചോറിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒഴിക്കാറാണ്. കാരണം അവർക്ക് അങ്ങനെ ഒത്തിരി പാത്രങ്ങളൊന്നും വെച്ച് കഴിക്കാനുള്ള സൗകര്യവും ഇല്ല. എനിവേ അങ്ങനെ എല്ലാം സെറ്റായി. ഇനി ഇതെല്ലാം ബാഗിൻ്റെ അകത്താക്കും. കൊച്ചിനും ഇതുപോലെ തന്നെ സെയിം സാധനങ്ങൾ തന്നെ. ഉച്ചയ്ക്ക് അവന് ചോറ് വേണ്ട, അപ്പോൾ അവന് ചപ്പാത്തിയും കറിയും പിന്നെ ഞാൻ ബ്രെഡിൽ ഇച്ചിരി ലോട്ടസിൻ്റെ സ്പ്രെഡും കൂടെ ചേർത്ത് അങ്ങനെയാണ് അവന് കൊടുക്കുന്നത്. അങ്ങനെ 2 പേരെയും രാവിലെ പറഞ്ഞയക്കും. ഇതാണ് ഇന്നത്തെ എൻ്റെ കഥ.